ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ മണ്ഡലകാലം തുടങ്ങി നമുക്ക് വ്രതത്തിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഈ വ്രതകാലത്ത് നമ്മൾ സാധാരണ ഈ കൂവപ്പൊടി കാച്ചി കുടിക്കാറുണ്ട് അല്ലേ. പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കാച്ചി കുടിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൂവ പായസം ആക്കിയിട്ട് കഴിക്കാറുണ്ട്. കൂവപ്പൊടി ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ്, ദഹനത്തിന് നല്ലതാണ്. അതുപോലെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൂവ കാച്ചി കുടിക്കാറുണ്ട്. ഇതിൽ ധാരാളം ഫൈബറും അയണും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം എന്നിവയൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ കൂവപ്പൊടി. എനർജി ബൂസ്റ്ററാണ് കേട്ടോ ഇത്. നമ്മുടെ വെയിറ്റ് ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. കാരണം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ഒന്നും കൂടില്ല. പ്രത്യേകിച്ചൊരു സ്വാദൊന്നുമില്ല. നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ വരാറുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. അതുപോലെ BP, ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്കും കഴിക്കാം. ഇത് ഞാൻ പൊടി വാങ്ങിയതാണ് കേട്ടോ. അഷ്ടവൈദ്യയുടെ പൊടി നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ചിലർ കൂവ അരച്ചിട്ട് നമ്മൾ അരിച്ച് ഉണക്കിയെടുത്ത് പൊടിയാക്കാറുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ കൂവപ്പൊടി സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം തീ കത്തിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറുക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് ഇത് കട്ടിയായി തുടങ്ങും കേട്ടോ. കട്ടിയാവുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. നല്ല വൈറ്റ് കളറിൽ നിന്ന് ഒരു ലൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൂവയിൽ ഒരുപാട് ആസിഡ് ബേസ് ബാലൻസ് ചെയ്യുന്ന കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഈ മുറിവ് ഉണക്കാനൊക്കെ കൂവ വെള്ളത്തിൽ ചാലിച്ച് മുറിവിൽ പുരട്ടുമെന്ന് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള കൂവ കൊണ്ട് നമ്മളിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പാലൊന്നും ഒഴിക്കുന്നില്ല. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനൊരു 1/4 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടങ്ങ് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ഇട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്